Oh guys, today what we are doing? എന്ത് പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്നത് ഷോൾഡർ. No pain, no gain. അങ്ങനെ ഗായ്സ് ഞങ്ങൾ ഇതേ ജിമ്മിന് പോകാൻ ഇറങ്ങിയേക്കാണ്. അപ്പം ഇന്ന് നമ്മൾ കുഞ്ഞും പറഞ്ഞ പോലെ ഷോൾഡറിനാണ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോണത്. ഇവിടെ ഒരു 10-11 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല. ജിമ്മ് ഫുൾ കാലിയാണ്. ജിമ്മിൻ്റെ ഓണേഴ്സ് പോലും ഇവിടെ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ കംഫർട്ടബിളായി നിന്ന് നമുക്ക് വർക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. എസ്പെഷ്യലി നമ്മൾ ഷോൾഡർ വർക്കൗട്ട് ചെയ്യുമ്പോൾ എപ്പോഴും വാമപ്പ് ചെയ്താൽ നല്ലതാണ്. കാരണം ഷോൾഡർ ഈസിയായിട്ട് ഇഞ്ചുറി വരാൻ ചാൻസസ് ഉള്ളൊരു വർക്കൗട്ടാണ്. കൂടുതലായിട്ട് ജോയിൻറ്റ്സ് ഇൻവോൾവ് ആവുന്ന കാരണം. സോ എസ്പെഷ്യലി ഷോൾഡറിൻ്റെ നന്നായിട്ട് അപ്പർ ബോഡി വാമപ്പ് ചെയ്യാം. മസിൽ സെൽസുകൾക്ക് നന്നായിട്ട് വാമപ്പ് ചെയ്തത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഷോൾഡർ വർക്കൗട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേയും വാമപ്പ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇന്ന് ഷോൾഡറിനാണ് വാമപ്പ് ചെയ്യണത്. അപ്പം ഓരോ സെറ്റും നമ്മളൊരു 10 ടൈംസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വാമപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിത് മെയിൻ വർക്കൗട്ടിലോട്ട് കടന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യണത് ഷോൾഡർ പ്രസ് ആണ്. ക്യാറ്റ് ആൻഡ് ക്യാമൽ ചെയ്യുന്ന ഇത് നമ്മുടെ തണ്ടലിന് വേണ്ടിയാണ് ചെയ്യുന്നത്. തണ്ടൽ നട്ടലെന്നാണ് പറയുന്നത്. അതിനിപ്പോ എന്താ, ഞാൻ പച്ച മലയാളത്തിൽ പറയും അല്ലേ ഗൈസ്? നീ ആരുടെ പണ്ട് തൊട്ടെ അയ്യോ എൻ്റെ ലോവർ ബാക്ക് വേദനിക്കുന്ന അമ്മേന്നൊന്നല്ലല്ലോ പറയാറ്. അവൻ വലിയ കോച്ചായപ്പോ അവന് നട്ടലൊക്കെ ലോവർ ബാക്ക് എന്നേ പറയാൻ പറ്റൂ. നീ അന്ന് ചെയ്ത പോലെ ലോവർ ബാക്കിൽ നല്ല പെയിൻ രാവിലെ നമ്മളത് ഒരാളുടെ കപ്പാസിറ്റി ചെയ്യാനുള്ള ഇഞ്ചുറി സ്റ്റേജിനനുസരിച്ച് എല്ലാതും അങ്ങനെ.
ഞാൻ ആദ്യമായിട്ട് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരുന്നൊരു വർക്കൗട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൈഡ് ലാറ്ററൽ റൈസ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഞെളിഞ്ഞ് ഫ്രണ്ടിലോട്ട് പോവായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടെ ബെറ്ററാണ്. സെയിം വർക്കൗട്ട് തന്നെ നമ്മൾ ഇരുന്നുകൊണ്ട് ചെയ്യാണ്. അപ്പം ഏത് വർക്കൗട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയ വെയിറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ കുഞ്ഞിനും എൻ്റെ ഒപ്പം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനിതെല്ലാം പഠിച്ചു വരണേയുള്ളൂ. ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ഒരു ഷ്രെഗ് വർക്കൗട്ട് നമ്മുടെ ബാക്കിലുള്ള ട്രപ്പീഷ്യസ് മസിൽസിനാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. മാത്രമല്ല ഇത് ചെയ്യുന്നത് വഴി നമ്മുടെ ബാക്ക് പെയിനോ നെക്ക് പെയിനോ ഉണ്ടെങ്കിൽ അത് കുറയാനും അതുപോലെ നമ്മുടെ ഒരു പോസ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്ന വർക്കൗട്ട് വയറിൻ്റെ സൈഡിലുള്ള ഒബ്ലിക് മസിൽസിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. അത് ചെയ്യുന്നത് വഴി നമുക്ക് സ്റ്റെബിലിറ്റി കൂട്ടാനും ടോണായിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. കാണുമ്പോൾ നല്ല നിസ്സാരമാണെങ്കിലും സംഗതി നല്ല ഇഫക്റ്റീവാണ്. അങ്ങനെ ഒരുപാട് സമയത്തെ കഷ്ടപ്പാടിന് ശേഷം ഇന്നത്തെ യുദ്ധം കഴിഞ്ഞു ഗൈസ്. വർക്കൗട്ട് കഴിഞ്ഞു. Yes. Shoulder and back and bicep stand. Yes. Yeah. Chalo. Bye. Oh, ഇത് പല ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഇത് മോർ ചോക്ലേറ്റ്. ഇത് മോർ. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴി നമുക്കൊരു ചലഞ്ച് വീഡിയോ എടുക്കാനായിട്ട് ജെംസ് ഒക്കെ വാങ്ങി നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.